മരങ്ങളും മലകളും കടലുകളും മരുഭൂമികളും എന്നിങ്ങനെ എല്ലാം നിറഞ്ഞതാണ് നമ്മുടെ ഈ ഒരു ഭൂമി എന്നത്. ഈ ഒരു ഭൂമിയിൽ തന്നെ ഓരോ ദിവസവും ധാരാളം മനുഷ്യർ ജനിക്കുകയും അതുപോലെ തന്നെ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അടങ്ങിയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഭൂമി 67,000 കിലോമീറ്റർ വേഗത്തിലാണ് സൂര്യനെ വലയം ചെയ്യുന്നത് അഥവാ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതിനപ്പുറത്തേക്ക് 1000 കിലോമീറ്റർ വേഗത്തിൽ ഭൂമി സ്വയം കറങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഭൂമി പെട്ടെന്നൊരു നിമിഷം കുറച്ച് സമയമൊന്ന് അതിന്റെ കറങ്ങൽ ആ ഒരു ചുറ്റലൊന്ന് നിന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഇത്തരമൊരു കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ ഒരു കാര്യം എന്നത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ്. ആ ഒരു കാര്യം നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. 1000 കിലോമീറ്റർ പെർ ഹവർ വേഗത്തിൽ അഥവാ 1600 കിലോമീറ്റർ പെർ ഹവർ വേഗത്തിലാണ് നമ്മുടെ ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ ഒരു ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു കാര്യം അങ്ങനെ നമുക്കത് അറിയാനായിട്ട് സാധിക്കലില്ല. എന്തുകൊണ്ടാണ് ആ ഒരു കാര്യം നമുക്ക് ഫീൽ ചെയ്യാത്തത്? സാധാരണ നമ്മൾ ഒരു വാഹനത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അത് വളരെ വേഗത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ പോലും നമ്മൾ പുറത്തേക്ക് നോക്കാത്തതിനാൽ നമ്മുടെ ശരീരത്തിലേക്ക് മുഖത്തേക്ക് കാറ്റ് വരാതിരുന്നാലൊക്കെ നമുക്കത് ആ ഒരു വാഹനം അത്ര വേഗത്തിലല്ല സഞ്ചരിക്കുന്നതെന്ന് നമുക്കത് അങ്ങനെ ഫീൽ ചെയ്യാറില്ല. അതിന്റെ കാരണം എന്നത് നമ്മളോടൊപ്പം നമ്മുടെ ചുറ്റുപാട് അറ്റ്മോസ്ഫിയർ കൂടെ സഞ്ചരിക്കുന്നു എന്നൊരു കാരണത്താലാണ് നമുക്ക് വലിയൊരു അതിശയം ഫീൽ ഒന്നും ചെയ്യാത്തത്. ഇതുതന്നെയാണ് അവിടെ ഭൂമിയുടെ കറക്കവുമായി സംഭവിക്കുന്ന കാര്യങ്ങൾ എന്നതും. ഇന്ന് ഭൂമി അതിന്റെ ഒരു കറക്കം പൂർത്തിയാക്കാനായിട്ട് 24 മണിക്കൂർ സമയം വേണ്ടി വരുന്നുണ്ട്. എന്നാൽ അത് 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ഒരു ഭൂമി അത് കറങ്ങുന്നതിന്റെ സമയം എന്നത് 6 മണിക്കൂറായിരുന്നു. അതായത് കാലങ്ങൾ ഓരോന്നും കഴിയുന്നതോടുകൂടി ഭൂമിയുടെ കറക്കത്തിന്റെ വേഗതയും അവിടെ കുറഞ്ഞു വരുന്നു എന്നതാണ്. ഇങ്ങനെ ഈ ഒരു രീതിയിൽ കാലങ്ങൾ മുന്നോട്ട് പോയി അങ്ങനെ പെട്ടെന്ന് ഒരു നിമിഷം വെച്ച് ഭൂമിയുടെ കറക്കം നിലച്ചാൽ എന്താണ് പിന്നീട് സംഭവിക്കുക? നമ്മൾ യാത്ര ചെയ്തു കൊണ്ടിരിക്കുന്ന ആ ഒരു വാഹനം പെട്ടെന്നൊന്ന് നിന്ന് കഴിഞ്ഞാൽ അതിനകത്തുള്ള നമുക്ക് എന്താണോ സംഭവിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഭൂമിയുടെ കാര്യം എന്നതും. എന്നാൽ അതിന്റെ ആ ഒരു അവസ്ഥ ഇമ്പാക്റ്റ് എന്നത് വളരെയേറെ വലുതാണ്. ഈ ഒരു സമയത്ത് നമ്മൾ യാത്ര ചെയ്യുന്ന ആ ഒരു വാഹനവും അതിനകത്തിരിക്കുന്ന നമ്മളും ഒരുപോലെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങുന്നതാണ്. ഇതേ ഒരു സമയത്ത് തന്നെ നമുക്ക് ചുറ്റുമുള്ള പല വലിയ ബിൽഡിങ്ങുകളും മറ്റും അതിന്റെ അടിത്തറ ഇളകിക്കൊണ്ട് അന്തരീക്ഷത്തിൽ പാറി നടക്കാനായിട്ട് തുടങ്ങും. അതോടുകൂടി അത്തരം ബിൽഡിങ്ങുകൾക്കകത്തുള്ള മുഴുവൻ സാധനങ്ങളും മനുഷ്യരുമെല്ലാം ഒരുപോലെ എങ്ങോട്ടെന്നില്ലാതെ പാറി നടന്നുകൊണ്ടിരിക്കും. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ചുറ്റുമുള്ളത് പാറി പറന്ന് നടക്കുന്ന ബിൽഡിങ്ങുകളും വാഹനങ്ങളും മറ്റുമെല്ലാം ആയിരിക്കും. ഇതോടുകൂടി അന്തരീക്ഷം അങ്ങനെ പതിയെ മുഴുവൻ പൊടിപടലങ്ങളായിട്ട് മൂടാനായിട്ട് തുടങ്ങും. നമ്മളൊക്കെ സ്വപ്നം കാണുന്നതിനും എത്രയോ അപ്പുറത്തായിരിക്കും ഇത്തരം ഒരു കാര്യം സംഭവിച്ചാൽ നടക്കാനായിട്ട് പോകുന്ന കാര്യങ്ങൾ എന്നത്. ഈ ഒരു സമയത്ത് എന്തെന്നില്ലാത്ത അത്ര വേഗത്തിലുള്ള കാറ്റും പതിയെ വീശാനായിട്ട് തുടങ്ങും. സാധാരണ ഒരു ചുഴലിക്കാറ്റിന്റെ വേഗത എന്നത് 400 മുതൽ 500 മൈൽസ് പെർ ഹവർ വേഗതയാണ്. അങ്ങനെയെങ്കിൽ ഭൂമിയുടെ ഈ ഒരു അവസ്ഥയിൽ കാറ്റിന്റെ വേഗത എന്നത് 1670 കിലോമീറ്റർ വേഗത്തിലായിരിക്കും. ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളും ഇത്തരമൊരു കാറ്റിൽ അകപ്പെട്ടുകൊണ്ട് തകർന്ന് തരിപ്പണമായി തുടങ്ങും. നമ്മൾ ഈ പറഞ്ഞ കാറ്റിന്റെ വേഗത എന്നത് ഭൂമധ്യരേഖ പ്രദേശത്താണെങ്കിൽ അത് പതിയെ ധ്രുവ പ്രദേശത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ കാറ്റിന്റെ വേഗതയിൽ ചെറിയ രീതിയിലെല്ലാം മാറ്റങ്ങൾ വരും. ഭൂമി പെട്ടെന്ന് അതിന്റെ കറക്കം നിന്നതിനാൽ തന്നെ അത് ഏറ്റവും അധികം ബാധിക്കുന്നത് കടലിനെയും അതിനകത്തുള്ള ജീവജാലങ്ങളെയുമായിരിക്കും. ചെറിയ രീതിയിൽ ഒഴുകുന്ന കടൽ പതിയെ പെട്ടെന്ന് വലിയ വേഗതയോടുകൂടി മുന്നോട്ട് കുതിച്ചുയരാനായിട്ട് തുടങ്ങും. ഇതിലൂടെ കടലിന്റെ ഈ ഒരു പ്രതിഭാസം കാരണമായിട്ട് പല കരപ്രദേശങ്ങളും അങ്ങനെ കടലിനടിയിലായി തുടങ്ങും. ഇതൊന്നും കൂടാതെ ഭൂമിയുടെ കറക്കം നിലച്ചത് ഭൂമിയുടെ അകത്തുള്ള കോറിനകത്തുള്ള ലാവയെ വലിയ രീതിയിൽ തന്നെ ബാധിക്കും. നമുക്കറിയാം ഭൂമിയുടെ ഉൾഭാഗത്ത് ഇന്നും തിളച്ചു മറിയുന്ന നിലയിലാണ് ലാവ എന്നത്. അതിനാൽ തന്നെ ഈ കാരണത്താൽ ഈ പറഞ്ഞ ലാവയെല്ലാം ഭൂമിക്ക് പുറത്തേക്ക് ഒഴുകാനായിട്ട് തുടങ്ങും. അതിലൂടെ ഭൂമിക്ക് പുറത്തുള്ള അഗ്നിപർവ്വത മേഖലകളിലെല്ലാം ഇത്തരത്തിൽ തന്നെ ലാവ എത്തിക്കൊണ്ട് അവയെല്ലാം ഒരുമിച്ച് തിളച്ചു മറിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി മറയും. ഇത് കാരണമായിട്ട് പതിയെ ഭൂമി അങ്ങനെ ഒരു തീ ഗോളമായിട്ട് മാറി തുടങ്ങും. ഇതിലൂടെ നമ്മൾ ഈ പറഞ്ഞ കടലിന്റെയും ലാവയുടെയും കാര്യത്തിൽ അതിൽ അകപ്പെട്ടുകൊണ്ട് നിരവധി അനവധി ജീവജാലങ്ങൾക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു തുടങ്ങും. ഇതിൽ നിന്നും മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയുക എന്നത് വളരെയേറെ പ്രയാസം നിറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് വെറും 5 സെക്കൻഡ് സമയം കൊണ്ടായിരിക്കും. ഇനി ഇതിനെയൊക്കെ അതിജീവിച്ച് മനുഷ്യൻ
ഭൂമിയിൽ നിലനിൽക്കുകയാണെങ്കിൽ തന്നെ ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ മനുഷ്യർക്ക് നേരിടേണ്ടതുണ്ട്. ഭൂമിയുടെ മറുഭാഗം സൂര്യൻ എത്താത്തതിനാൽ തന്നെ വലിയ രീതിയിൽ തന്നെ ആ ഒരു ഭാഗത്ത് തണുപ്പ് ശക്തിയേറി വരാൻ തുടങ്ങും. ഇനി ഭൂമിയുടെ കറക്കം നിന്നാലും സൂര്യന്റെ ചെറിയ രീതിയിലുള്ള വെളിച്ചം കൊണ്ട് 6 മാസത്തിൽ രാത്രിയും പകലും അങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഇതിലൂടെ എല്ലാമായിട്ട് ഭൂമിയുടെ പല ഭാഗങ്ങളും അങ്ങനെ തകർന്നടിഞ്ഞ നിലയിലായിരിക്കും പിന്നീട് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിനെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് മനുഷ്യനും മൃഗങ്ങളും ജീവിക്കുക എന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഈ പറഞ്ഞത് വെറും ഒരു സിനിമയെ പോലുള്ള കഥ മാത്രമാണ്. ഇങ്ങനെ ഒരു കാര്യം ഭൂമിയുടെ കറക്കം നിൽക്കുക എന്നത് വളരെയേറെ കുറവാണ്. കോടിക്കണക്കിന് ബില്യൺ കണക്കിന് വർഷങ്ങൾ സമയമെടുത്താണ് ഭൂമി അതിന്റെ കറങ്ങാനുള്ള സമയം പതിയെ കുറഞ്ഞു വരുന്നത്. അതൊന്നും കൂടാതെ അത്രയേറെ വർഷങ്ങൾ കഴിയുകയാണെങ്കിൽ തന്നെ മനുഷ്യൻ വളരെയേറെ അഡ്വാൻസ്ഡ് ടെക്നോളജിയുമായിട്ട് മനുഷ്യൻ ഒരുപക്ഷെ ഭൂമിയെ പോലുള്ള മറ്റൊരു ആവാസ സ്ഥലം കണ്ടെത്തും എന്നതിൽ തന്നെ യാതൊരു സംശയവുമില്ല. അപ്പോൾ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്